ഫെബ്രുവരി 9 വിശുദ്ധ അപ്പോളോണിയ, കന്യക, രക്തസാക്ഷി. AD 249 കാലഘട്ടം. ക്രിസ്ത്യാനികൾ രാജ്യത്തിന് ഭയങ്കര നാശമായിരിക്കുമെന്ന് അലക്സാണ്ട്രിയയിലെ ഒരു കവി പ്രവചിച്ചു. തൽഫലമായി ഈജിപ്ഷ്യൻ ജനത ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടു. മെത്രാസ് എന്നൊരു വൃദ്ധൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത ശേഷം അയാളെ കല്ലെറിഞ്ഞു കൊന്നു. ക്രൈസ്തവ ഭവനങ്ങൾ വിജാതിയർ കവർച്ച ചെയ്തു. അന്നത്തെ മതപീഡനത്തിൽ ഏറ്റവും പ്രഖ്യാതയായ രക്തസാക്ഷിണി വൃദ്ധകന്യകയായ വിശുദ്ധ അപ്പോളോണിയാണ്. അവളുടെ പല്ല് അവർ തല്ലിക്കൊഴിച്ചു. നഗരത്തിന് പുറത്ത് ഒരു ചിതയുണ്ടാക്കിയിട്ട് അവളോട് പറഞ്ഞു, ക്രിസ്തുവിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ നിന്നെ ജീവനോട് ദഹിപ്പിച്ചു കളയും. ഏതാനും നിമിഷം മൗനം അവലംബിച്ച ശേഷം അവൾ ചിതയിലേക്ക് ചാടി. വൃദ്ധയുടെ ഈ പ്രവൃത്തി അനുകരണീയമല്ല. എങ്കിലും ആത്മഹത്യയായിരുന്നില്ല അപ്പോളോണിയയുടെ ലക്ഷ്യം. ആരാചാരന്മാർ തന്നെ ചുമന്ന് തീയിലിടേണ്ട, സ്വയം ആ ഭാരം നിർവഹിച്ചു കൊള്ളാമെന്നായിരുന്നു അവളുടെ നിശ്ചയം. ഈശോയോടുള്ള സ്നേഹം മാത്രമാണ് തീയിൽ ചാടാൻ അവളെ പ്രേരിപ്പിച്ചത്. ഉത്തമ വിശ്വാസത്തോടെ ചെയ്ത ഈ പ്രവൃത്തി ധീരമായ സ്നേഹപ്രകടനമായി, ദൈവസ്നേഹത്തിൻ്റെ അവിവേകം. അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വത്തോടുകൂടി അലക്സാണ്ട്രിയയിലെ മതപീഡനം സമാപിച്ചില്ല. സെറാഫിം എന്ന ഒരു ക്രിസ്ത്യാനിയെ വളരെ മർദ്ദിച്ച ശേഷം കാൽമുട്ടുകൾ അടർത്തി പുരയുടെ മുകളിൽ നിന്ന് കീഴോട്ടെറിഞ്ഞു. ഇത്തരം പീഡനങ്ങൾ 1 കൊല്ലത്തേക്ക് നീണ്ടു നിന്നു. അലക്സാണ്ട്രിയയിലെ മതപീഡനം വളരെയേറെ രക്തസാക്ഷികളെ സഭയ്ക്ക് പ്രദാനം ചെയ്തു. ആദിമ ക്രൈസ്തവർ രക്തസാക്ഷിത്വം അന്വേഷിച്ച് അലക്സാണ്ട്രിയയിലേക്കും റോമിലേക്കും മറ്റും പോയിട്ടുണ്ട്. അതിനുള്ള ധീരത നമുക്കില്ലെങ്കിൽ സഹിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.